ഇങ്ങനെ മരണത്തിന്റെ റിസ്കിന്റെ അണ്ണാക്കിക്ക് ഇങ്ങനെ ലൈഫ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കുന്ന കളി. അതാണ് ഈ ഒരു അഡ്വഞ്ചർ. പുടുക്കാമണി വരയ്ക്കുന്ന അറിയില്ലേ, ആ ടാസ്ക് ഉണ്ട്. ഒന്നാമത് കൈ ഇഞ്ചോടാണ്. ഈ വിരൽ ചതഞ്ഞിട്ടുണ്ട്. പൊട്ടാണ് എന്താണെന്ന് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിയാലേ അറിയുള്ളൂ. അതിന്റെ കഥ എന്ന് പറഞ്ഞാൽ ഓക്കെ. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ജൈല ബിഹേവ് ടോംസ് എന്നാണ് പറയുന്നത്. ഇവിടുന്ന് നമുക്കിനി ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാണ്. വണ്ടിയെല്ലാം ഓഫ് റോഡ് മോഡിലേക്ക് ഇട്ടിട്ടുണ്ട്. എല്ലാം പ്രോ റൈഡേഴ്സ് മോഡിലേക്ക് ഓണായി. രണ്ട് കണ്ണടയൊക്കെ വെച്ചേക്കുന്നത്. ഇനി ഓഫ് റോഡ് ഇനി വഴി അറിയില്ല അന്ന്. So let's begin the real off-road. ഓൾമോസ്റ്റ് എല്ലാം ഓക്കെയാണ്. ഫ്യൂവൽ ഫുൾഫില്ല് ചെയ്തിട്ടുണ്ട് നമ്മൾ. കുറച്ച് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളൊരു 50+ കിലോമീറ്റർ ഓടി. ഇനി അങ്ങോട്ട് ഓഫ് റോഡാണ്. ഒരു 300ൻ്റെ ആവറേജ് നമുക്ക് തരുമെങ്കിൽ നമ്മൾ 250 എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇതിൽ ടെനറേന്ന്. സോ നാളെ രാവിലെ നെക്സ്റ്റ് ഫ്യൂവൽ സ്റ്റേഷൻ കിട്ടുന്നത് വരെ ഇത് മതിയായിരിക്കും. അത്യാവശ്യം ഫുഡ് സ്റ്റഫും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ക്യാരി ചെയ്തിട്ടുണ്ട്. ആൻഡ് വീണ്ടും ഓൺലൈനിൽ മേടിച്ച എൻ്റെ ഇൻസ്റ്റൻ്റെ ഗ്രിപ്പ് എനിക്ക് നൈസായിട്ട് പണി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ജുഗാഡൊക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ദിസ് വൺ എന്തോ പറയുന്നുണ്ട് ഇവിടെ ആശാൻ. എന്താണ്? As distance we need to cover almost 1.5 hours. 4 stops. Kilometers at 4 o'clock. So before it gets dark, dark out the number, we will have to reach. Okay, let's go. Come on. Yalla. അപ്പോൾ ഇനി വളരെ ഷോർട്ട് ടൈമുള്ളൂ. ബാക്കിയൊക്കെ വഴിയെ കാണാം. ഹെവി ഓഫ് റോഡിൻ്റെ തുടക്കം. ഗൈസ്, സെൽമ പ്ലാറ്റിലേക്കുള്ള വഴി അയ്യോ ഒരു രക്ഷയില്ലാത്ത ഓഫ് റോഡ്. ഈ സ്റ്റീപ്പ് നോക്കിയാൽ ഇത്രയുള്ള കയറ്റം. നിങ്ങൾക്ക് എത്രത്തോളം ഇതിൻ്റെ സ്റ്റീപ്പ് മനസ്സിലാവുന്ന മനസ്സിലറിയില്ല. അത്രയും വെർട്ടിക്കലായിട്ടുള്ളൊരു കയറ്റാണിത്. ഇവിടെ ബാക്കി വണ്ടികളൊക്കെ കയറി വരുന്നത്. നല്ല അത്യാവശ്യം കുത്തനുള്ള കയറ്റാണ്. ആൻഡ് അറഫായ സെൽമ പ്ലാറ്റ്യൂലേക്കുള്ള റൈഡായിരുന്നു. ഓഫ് റോഡ് അടിച്ച് വീണിട്ട് കാലിൻ്റെ മേലെന്ന് വണ്ടി പൊക്കാൻ ഒരു ഗ്യാപ്പും ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര കിടക്കുകയാണ്. അടുത്ത ആൾക്കാരും വരുമോ നോക്കിയിട്ട്. കമാട്ട് somebody come help me. Oh, I don't know how to, but it's hurt here. രക്ഷകന്മാർ വരുന്നുണ്ട്. എവിടെ? യെസ്, somebody is coming. Oh my god, I think it's awesome. ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോ ആവശ്യത്തിന് എടുത്തിട്ട് പറ്റിയ കാല് മതിയാണ്.
ഇത് രക്ഷിക്കാൻ വന്നിട്ട് ഒരുത്തരം അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന നോക്ക് ഗൈസ്. ഈ കാല് എന്റെ മുകളിലെ വണ്ടി ഇറക്കണേ അനങ്ങാൻ വയ്ക്കില്ല, എനിക്ക് പൊക്കാൻ വയ്ക്കില്ല സാധനം. കാലെടുക്കാം, ഹാൻഡിൽ മുടി നോക്കിയാൽ വിടരുതേ വിടരുതേ വിട്ടോ ഓക്കെ. ഹലോ ഗുഡ്. എൻ്റെ മോനെ കാശ് എടുത്ത് പൂട്ട് വാങ്ങിയ കൊണ്ടാ ഇത്ര നേരം ഇതിന്റെ മേലേന്ന്. മാഫി മുഷ്കിൽ മാഫി മുഷ്കിൽ. ശുക്രാ ഹബീബി. കുല്ലു കുല്ലു ഓക്കെ തമാം. ചെറുതായിട്ടൊന്ന് സ്ലിപ്പ് ആയതാണ്, ചെറുതായിട്ടൊന്ന് സ്ലിപ്പ് ആയതല്ലേ. എവിടെ വേനാ കുട തന്നെ, കുട ഉണ്ടോ? കുടയുണ്ട്, കുട പൊടിയാ പൊക്കോളൂ. അത് നീ രണ്ട് മിനിറ്റ് ഒന്ന് ഇരിക്കും. അതിസാഹസികമായിട്ട് ഞങ്ങളങ്ങനെ ഫസ്റ്റത്തെ പോയിന്റ് എത്തി, ടോംസ്. ഇവിടെ കുറെ ടോംസ് ഉണ്ട്. ഈ ടോംസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു. സൺസെറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കിനും. ആ വണ്ടി വീണതും ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. ഇൻസ്റ്റാ 360 വീണ് പോയപ്പോൾ അതൊന്ന് തെരഞ്ഞു പോയതാണ് ഞാൻ. അവിടുന്ന് തിരിച്ചു വരുന്ന വഴിയാണ് ജസ്റ്റ് ഒന്ന് സ്ലിപ്പായത്. ഇവിടെ നമ്മുടെ ടീംസ് എല്ലാം നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മളുടെ ഡെക്കാൻ പ്ലാറ്റ്യൂ പോലെ ഒരു പ്ലാറ്റ്യൂ ആണ്, സൽമ പ്ലാറ്റ്യൂ. അങ്ങനെ ജീവിതത്തിൽ 2 പ്ലാറ്റ്യൂസ് കയറാൻ പറ്റി. ഒരു രക്ഷയില്ലാത്ത അത്രയും നമ്മൾ ഓഫ് റോഡ് അടിച്ച് കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും നല്ല ചില്ലായിട്ട് ഹാപ്പി ആയിട്ട് ഈ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. പിടിക്കാൻ പറ്റുന്ന മൂമെന്റ് മറിയിട്ടിരിക്കുന്നു ഗൈസ്. ചെറിയ കുറച്ച് പണികളൊക്കെ ഉണ്ട്, ബാക്കിയൊക്കെ പിന്നെ ഇരുട്ടി തുടങ്ങിയ നേരം നമ്മളിനി എവിടെയെങ്കിലും പോയിട്ട്, എവിടെയെങ്കിലും അല്ല നമ്മുടെ ഡെസ്റ്റിനേഷൻ ജിമ്മിൽ പിടിക്കാൻ തോന്നുന്നില്ല. പാനിക്കാവോ? നട്ടപ്പാതിരക്ക് മജ്ലിസുൽ ജിൻ കാണാൻ വേണ്ടി വന്ന നമ്മൾ വഴി തെറ്റി ഒരു വലയുടെ മുകളിൽ. ഇവിടെ ഒന്നും മനുഷ്യവാസം പോലും ഇല്ലാന്ന് വിചാരിച്ചു, പക്ഷെ ഇവിടെ കുറച്ച് എങ്ങനെ ഇവിടുത്തെ ആൾക്കാർ ജീവിക്കണമെന്നറിയില്ല. അത്രയും വലിയ മലേൻ്റെ മുകളിൽ കുറച്ച് വീട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഞങ്ങൾ വഴി തെറ്റി വന്ന് കുടുങ്ങിയിരിക്കുകയാണ്. സോ ജിമ്മിനെ കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ പെട്ടെന്നൊന്നും നടക്കില്ല. ഒന്ന് പകുതി വരെ കണ്ട് ഞാനൊന്ന് വണ്ടി മറിഞ്ഞറിയിക്കും.
സീനാണ്. വഴി തെറ്റി കുടുങ്ങിയാൽ ഞങ്ങൾക്ക് വഴി കാട്ടാനൊരു ഒരു ഒമാനി വണ്ടിയും കൊണ്ട് ഞങ്ങൾക്ക് വഴി കാട്ടിത്തരാമെന്ന് പറഞ്ഞു. സോ ഇനി നമ്മൾ പുള്ളീനെ ഫോളോ ചെയ്ത് പോവാം. ആ ഫൈനലി നമ്മൾ അങ്ങനെ മജ്ലിസ് അൽ ജിൻ കേവ്സ് എത്തിയിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ ഡെസ്റ്റിനേഷൻ. മീൻസ് എല്ലാവരും ഫുൾ പീസായിട്ട് എത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി ജിന്ന് പിടിച്ച് തിന്നില്ലെങ്കിൽ നമുക്ക് നാളെ കാണാം. മഴ പെയ്തിട്ട് എപ്പോഴും ഇതിങ്ങനെ അവിടെ സ്ലിപ്പായിട്ട് റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ലാൻഡ് സ്ലൈഡ് വന്നിട്ട് ഇവിടെ എത്താൻ പറ്റില്ല ആർക്കും. സിൻസ് ലാസ്റ്റ് 3 years we've been planning to come here. Oh. And it didn't happen. So today we are here. Finally. Yes. We did it. നമ്മള് ഇബിലീസിന്റെ തലേക്ക് അല്ലെ ജിന്നിന്റെ തലേക്ക് കല്ലെറിയാൻ പോകുന്നത്. ഈ താഴെ കാണുന്ന ഒരു കുഴി, ചെറിയൊരു കുഴി കേട്ടാ, ഇതിനകത്തേക്ക് കല്ല്. സൈലൻസ് പ്ലീസ്. യാ വൗ കേട്ടു എന്റെ മോനെ. There was a second time, it was in some other song. അല്ല നീ ചോദിച്ചോ? ഓക്കെ ഓക്കെ ടൈം നോക്കട്ടെ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ 18 സെക്കൻഡ്. പതിനെട്ട് 19 20 21 22 5 സെക്കൻഡ് എടുത്തു സാധനം താഴത്തെ. ജിന്നുകൾക്ക് 2 സോസേജ് എടുത്താൽ തലയിൽ ചുമന്ന ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ജിന്നെ പേടിച്ച് ഓടിയിട്ടുണ്ടാവും ചിലപ്പോ. ഇനി ഇത്തിരി വെള്ളം കളഞ്ഞു വിട്ടാ സോസേജ് സാൻഡ്വിച്ച് വെച്ചു. കാരണം കഴിഞ്ഞിട്ട് അടുത്ത ബ്രെഡിൽ കയറ്റാലോ. ഒരു ബ്രെഡ് വെച്ച് സോസേജ് കഴിക്കാം. ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളുടെ രണ്ടാമത്തെ ദിവസം ആരംഭിക്കുന്നു ഇവിടെ നിന്ന്. സൽമ പ്ലാറ്റ്യൂവിലെ ദ മജ്ലിസ് അൽ ജിൻ എന്ന് പറയുന്ന ലോകത്തിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ കേവിൻ്റെ അടുത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ആൻഡ് ഇവിടേക്ക് വരാനുള്ള കഷ്ടപ്പാടിലാണ് നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടത്. അത്രയും എക്സ്ട്രീം അഡ്വഞ്ചർ ട്രയൽസ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഒരു ഏരിയയിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. ഡെഫിനറ്റ്ലി നമുക്ക് ഓഫ് റോഡ് ബൈക്സോ അല്ലെങ്കിൽ ഓഫ് റോഡ് 4x4 വെഹിക്കിൾസോ ഈ ഏരിയ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണം. ഇവിടത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ചില്ലറ കാര്യമൊന്നുമല്ല. അപ്രോക്സിമേറ്റ്ലി ഒരു 750 കിലോമീറ്ററിൻ്റെ മുകളിൽ നമ്മൾ ഇന്നലെ അബുദാബിയിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇന്നലെ അല്ല, പിന്നെ ഞാൻ നൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ സൊഹാറിൽ സ്റ്റേ ചെയ്തു. ദെൻ സൊഹാറിൽ നിന്നുള്ള സ്ട്രെച്ച് ഇങ്ങോട്ട് ടോട്ടൽ ഒരു 700+ കിലോമീറ്റേഴ്സ് ഉണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാണ്ട്. അതിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 150 കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് നമുക്ക് ഓഫ് റോഡ് ട്രയൽസാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ട്രയലാണ്. നമ്മൾ അത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് നഷ്ടമാവില്ല. കാരണം നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം നോക്കിയേ, ഈ ഗുഹേൻ്റെ ഈ കേവിൻ്റെ ഓപ്പണിങ്ങിൽ നമുക്ക് ടെൻ്റ് അടിച്ച് കിടക്കാൻ പറ്റി. ആൻഡ് ഇവിടെ ഈ കേവിനെ നമുക്ക് കാണിച്ചു തരണമെന്നുണ്ട്. ഞാൻ ഡ്രോൺ ചെറുതായിട്ടൊന്ന് പരത്തിയിട്ടുണ്ട്. ആ വ്യൂ കുറച്ച് നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ആൻഡ് കുറച്ച് വീഡിയോസ് ഞാൻ
ഗൂഗിളിൽ നിന്ന് കടമെടുത്തിട്ടും കാണിച്ചു തരാം നിങ്ങൾക്ക്. ആൻഡ് ബിക്കോസ് ഇത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ, കാരണം ഇതിനകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. ബിക്കോസ് 158 മീറ്റർ ഡെപ്താണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 25 നില ബിൽഡിങ്ങിൻ്റെ അത്രയും ആഴം ഇതിനുണ്ട്. ആൻഡ് ഇതിനകത്ത് നമുക്കൊരു 10 ഒളിമ്പിക് സ്റ്റേഡിയത്തിൻ്റെ അത്രയും വിസ്തീർണം ഉണ്ട് ഇതിനുള്ളിൽ. നമ്മൾ ഈ കാണുന്ന ഒരു ഗുഹ ചെറിയ ഓപ്പണിംഗ് ആയിട്ട് തോന്നിയെങ്കിലും ഈ കാണുന്ന മലകളുണ്ടല്ലോ, സറൗണ്ടിങ്ങിലുള്ള മൊത്തം മലകളുടെ ഈ ഡക്കാൻ പ്ലാറ്റു എന്നാണ് വരുന്നത്, സൽമാൻ പ്ലാറ്റുവിൻ്റെ ഈ മലകളുടെ എല്ലാം അടിവാര മൊത്തം ഈ ഒരു ഓപ്പണിംഗ് ആണ്, അതായത് ഈ ഗുഹേൻ്റെ കണക്ഷൻസാണ്. സോ അത്രയും വലിയൊരു ഗുഹ, അഡ്വഞ്ചേഴ്സ് എന്തുകൊണ്ട് വരാതിരിക്കും. നമ്മളിപ്പോൾ വന്നേക്കുന്ന ഈ ഒരു ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൽമാ പ്ലാറ്റ്യൂ ഓഫ് റോഡ് ട്രയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAE മിക്ക ഓഫ് റോഡേഴ്സിൻ്റെയും അഡ്വഞ്ചർ റൈഡേഴ്സിൻ്റെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സാധനമാണ്. വരാൻ 2 പ്രാവശ്യമല്ല, ഒരു 4 പ്രാവശ്യം ചിന്തിക്കുന്ന ഒരു ഏരിയയാണ്. നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ടീംസ് കുറേ കാലത്തെ പ്ലാനിങ് ആയിരുന്നു. ആൻഡ് ഫൈനലി ഈ പ്ലാൻ നമ്മൾ അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്തു. ഡെഫിനറ്റ്ലി റിസ്കി ടാസ്ക്കാണ്. അത്രയും സ്കില്ലുണ്ടെങ്കിൽ മാത്രം ഓഫ് റോഡിന് ഇറങ്ങുക. നിങ്ങളുടെ വണ്ടികൾ ഇതേപോലെ ഓഫ് റോഡ് ക്യാപ്പബിൾ ആയിരിക്കണം, എക്സ്ട്രീം ഓഫ് റോഡ് ക്യാപ്പബിളുള്ള വണ്ടികളായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ 8ൻ്റെ പണി കിട്ടും. നമ്മളെ ടെനറെ തന്നെ വീണ് ഞാൻ കാണിച്ചു തരാം. ടെനറെ തന്നെ വീണ് അതിൻ്റെ ഇനി പൊട്ടാനൊന്നും ബാക്കിയില്ല. വെറും 3 മാസമായിട്ടുള്ളൂ വണ്ടി എടുത്തിട്ട്. വണ്ടീൻ്റെ പക്ഷെ പെർഫോമൻസ് എൻ്റെ മോനെ, ഏത് ടെറൈൻസും വെറുതെ അങ്ങ് സെക്കൻഡിൽ ഇട്ട് കൊടുത്തിട്ട് ത്രോട്ടിലൊന്ന് കൈവച്ചാൽ മതി, കയറി കേൾക്കുള്ളൂ. നമ്മൾ വലിയ എഫേർട്ടൊന്നും എടുക്കണ്ട, അത്രയും പവർഫുള്ളായിരുന്നു ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതായിരുന്നു എന്താണ്, വെട്ടുകിളി അല്ലേ, ഇതായിരുന്നു ഇത് ബ്ലാക്ക് വെട്ടുകിളി. ഇതിൻ്റെ ശബ്ദത്തിൽ ഈ പ്രദേശത്ത് ആരും ഉറങ്ങിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട് കിട്ടിയത് ഇന്നലെ രാത്രി. അതെ, ഇന്നലെ ജിന്ന് കാലിൽ പിടിച്ചു വലിച്ചു എന്നൊക്കെയാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയത്. ലീവ് മീ എന്നൊരു ഒച്ച മാത്രമേ ഞങ്ങൾ രാത്രി കേട്ടുള്ളൂ. ആൻഡ് ഇത് നമ്മുടെ F800 സെറ്റല്ലേ? യെസ്, ജോലി. ഇത് ആദ്യമായിട്ട് ഒരു എന്താ പറയുക, മോട്ടോർ ക്യാമ്പിങ്, ഓഫ് റോഡ് എല്ലാം ഇന്നലെ കന്നിയായിരുന്നു, കന്നിക്കുട്ടൻ. ആ കിടക്കുന്ന വണ്ടി 890 എടുത്ത് ഒന്ന് സിറ്റി റൈഡ് പോലും ചെയ്യാണ്ട് ഫാസ്റ്റത്തെ റൈഡ് നേരെ സൽമാ പ്ലാറ്റ്യൂ അല്ലേ? എന്താ മല്ലികയ്ക്ക് ഒരു 4 പ്ലേ പോലും കൊടുക്കാതെ നേരെ റേപ്പാണ് കഴിച്ച് ചെയ്തത്. ഇതാ ഈ സാധനത്തിനെ ഒന്ന് വാമപ്പാകാൻ പോലും സമ്മതിക്കാതെ, അതുകൊണ്ടാണ് ഞാൻ 4 പ്ലേ എന്ന് പറഞ്ഞിട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ആ നേരെ കൊണ്ടുപോയിട്ട് റേപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം റേപ്പ് മോനെ. വണ്ടിൻ്റെയൊക്കെ കോല നോക്കി. ഓ, ഇത് പിന്നെ സഹിക്കാം. നിങ്ങളുടെ കരളലിയിപ്പിക്കുന്ന കാഴ്ചയിലേക്ക് സ്വാഗതം. ഇത് നിങ്ങളുടെയും എൻ്റെയും കരളലിയിപ്പിക്കുന്ന കാഴ്ച. ഇത് കിടക്കണുണ്ട് ചിറകൊടിഞ്ഞ ടെനറെ. പുതിയത് മേടിച്ച 2 മിററും പൊട്ടി മണ്ണ് തിന്ന് കിടക്കുകയാണ്. ആൻഡ് ഹാൻഡിൽ ബാർ വീണ്ടും ബെൻഡായി. ആൻഡ് നമ്മുടെ നെക്കൽ ഗാർഡ്സ് വീണ്ടും പൊട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പൊട്ടിൻ്റെ അവിടെ തന്നെ വീണത് കൊണ്ട് എനിക്ക് വീണ്ടും ഒരു സൈഡിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ചെറിയൊരു ഡെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഫെൻഡർ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇൻഡിക്കേറ്ററിലൊക്കെ സ്ക്രാച്ച് ഉണ്ട്, അതൊക്കെ കല്ലി. നമ്മുടെ ഇൻസ്റ്റാ മൗണ്ട് ചെയ്യാണ്ടായിരുന്ന മൗണ്ട് അത് പൊട്ടിപ്പോയി. ചാക്കുന്നൂരൊക്കെ വെച്ചാൽ കെട്ടിയിട്ടേക്കണേ, കുഴപ്പമില്ല. ആൻഡ് ഏറ്റവും വിഷമകരമായൊരു കാര്യം ഇത് കിടക്കണുണ്ട്, നമ്മളുടെ എയ്റോ കമാൻഡറിൻ്റെ തല. പക്ഷേ വളരെ നല്ലൊരു മികച്ച മുന്നേറ്റമായിരുന്നു. അത് അടിച്ചാണ് വീണത്. ഈ ഒരു പോർഷൻ ടപ്പേ എന്ന് പറഞ്ഞാൽ അടിച്ചാണ് വീണത്. എന്തിനാണ് അവിടെ അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ഏരിയ ഒക്കെ പുട്ടുപോലെ കയറി പോന്നിട്ട് വളരെ സിമ്പിളായിട്ടുള്ള സ്ഥലത്ത് വന്നിട്ട് വെറുതെ വീണതാണ്. പക്ഷെ തല അടിച്ചാൽ വീണത്. പക്ഷേ ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് മാത്രം ഇന്ന് ഇങ്ങനെ ഇരുന്ന് തള്ളിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ പട്ടോസ്കി ആയതിനെ. ഈ സാധനം പോയി, ഇനിയിപ്പം പുതിയത് വാങ്ങേണ്ടി വരും. തീർന്നു.
ഒരു ക്രാഷൊക്കെയാണ് നമ്മളൊരു ഹെൽമെറ്റ് വെച്ചിട്ട് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ആൻഡ് അങ്ങനെ നമ്മളുടെ ക്യാമ്പിങ് ഇന്നലെ രാത്രി അതിഗംഭീരമായിട്ട് കഴിഞ്ഞു. നമ്മൾ ചെറിയ രീതിയിൽ കുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെയുള്ള സകല അവശിഷ്ടങ്ങളും നമ്മൾ കൊണ്ടുപോകുന്നതായിരിക്കും. ഡോണ്ട് വറി ആരും, നമ്മൾ ഒന്നും ബാക്കിയാക്കാറില്ല. കപ്പുണ്ടോ? ഹായ് വാ, കോഫി ടൈം. ഇനി ഒരു ഷോർട്ട് ബ്രേക്ക്, ഒരു ചായ കുടിക്കാം. നൈസ് കപ്പ് ഓഫ് കോഫി. അപ്പോൾ സെയിൽസിൽ റിപ്പോർട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഐറ്റിക്കാരൊക്കെ നമ്മളൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ അതിലുള്ള ഒരു കാക്കുണ്ട്, ഒരു ഫുൾ തമാശയാണ്. അപ്പോൾ അയാൾ നമ്മളിങ്ങനെ പറയാം, ഈ ഇവർ എഗ്ഗിൻ്റെ ഹോൾസെയിൽ ഉണ്ട്. അപ്പോൾ എഗ്ഗിൻ്റെ ഹോൾസെയിൽ ഇങ്ങനെ ആയപ്പോൾ ഇവർക്ക് ഇങ്ങനെ പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാനും ഒന്നും പറ്റുന്നില്ല. ഒരു പറഞ്ഞ് പിന്നെ അപ്പോൾ മൂപ്പരിങ്ങനെ പറയാം, അല്ല ഒരു ചങ്ങായി പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, മുട്ടൻ്റെ വില ഇങ്ങനെ താന്നും പൊന്തിയും കഴിക്കുകയാണുള്ളത്. അപ്പോൾ മൂപ്പര് എടുത്ത വയ്ക്കുക, അവിടെ CEO ഒക്കെ ഉണ്ട്, ടീമൊക്കെ ഉണ്ട്. അപ്പോൾ അന്നേരം മൂപ്പര് എടുത്ത അത് മുട്ടല്ല, അത് പൊന്തിയും താന്നും കഴിക്കുന്നത്. മജ്ലിസ് അൽ ജിൻ മീറ്റിംഗ് പ്ലേസ് ഓഫ് ദ സ്പിരിറ്റ്സ് എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞൊന്നും തള്ളല്ല. വേണ്ട, പരന്ന് കിടക്കാനുണ്ട് കൺഫ്ലാറ്റ് പോലെ. ഫൈനലി അങ്ങനെ സൽമ പ്ലാറ്റ്യൂ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. കൺഗ്രാറ്റ്സ് ടീം, പോളി ടീം, പ്രാന്തൻ ടീം. കാണില്ല ഇവിടുന്ന്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ബട്ട് സം കുറച്ച് ആ കാണുന്ന മല ഉണ്ടല്ലോ, ആ കാണുന്ന മല നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ഡെപ്ത് കിട്ടുന്ന അറിയില്ല. ബട്ട് ഐ വിൽ ഷോ യു. ഈ കാണുന്ന മല, ഈ മലയുടെ മുകളിൽ അപ്പുറത്തൊരു മല ഉണ്ട്, അത് കയറി അങ്ങനെ ഞങ്ങൾ ഒരു എത്ര ഫീറ്റ് ഉണ്ടാവും അതിൻ്റെ ഹൈറ്റ് ലെവൽ? ഗൂഗിൾ എതിരെ ഇൻഫർമേഷൻ തരാം. അടിയിൽ ഞാനിങ്ങനെ എഴുതി കാണിക്കുന്നത് അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എത്രയാണ്. എന്നാലും ഞാൻ ഒരു 4000 എബോ ഉണ്ട് സീ ലെവലിൽ. 4000 അല്ല, ജബൽ ഷംസിനെക്കാളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇതൊരു 8000-ന്റെ അടുത്തുണ്ട് മാക്സിമം. ഇതിന്റെ ഹൈറ്റ് എലിവേഷൻ അല്ല, ടെറൈൻസ് അതാണ്. അയ്യോ, വൈൽഡ് ടെറൈൻസ്. ഇങ്ങനെ പുടുക്കാൻ വേണ്ടി വരയ്ക്കുന്ന അറിയില്ലേ, ആ ടാസ്ക് ചെയ്തത്. ഒന്നാമത് കൈ ഇഞ്ചോടാണ്, ഈ വിരൽ ചതഞ്ഞിട്ടുണ്ട്. പൊട്ടാണോ എന്താണെന്ന് ഞാൻ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിയാലേ അറിയുള്ളൂ. ഫൈനലി നമ്മളുടെ വലിയ ഒരു ഡ്രീം, ഇയാളതൊക്കെ വലിയ ഡ്രീം. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു ടെറൈനെ പറ്റി അറിയണത്. ഒമാൻ ഓഫ് റോഡ്സും ട്രയൽസിനെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ടെറൈനെ പറ്റിയിട്ട് സൽമ പ്ലാറ്റ്യൂവിലുള്ള എന്താ പറയുക, ദ ഗോസ്റ്റ് കാസ്റ്റിൽ നമ്മുടെ എന്താണ് മജ്ലിസ് അൽ ജിന്ന്, അതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് പെട്ടെന്ന് തന്നെ അതൊക്കെ കോൺകർ ചെയ്യാൻ പറ്റി. ആൻഡ് ഫൈനലി ഇനി എത്ര പ്ലാറ്റ്യൂസ് ഉണ്ട് ലോകത്തെന്ന് അറിയില്ല, പക്ഷേ 2 പ്ലാറ്റ്യൂസ് കവർ ചെയ്തു. ഡക്കാൻ പ്ലാറ്റ്യൂ, ബട്ട് ഡക്കാൻ പ്ലാറ്റ്യൂ ഒന്നുമല്ല, ഇത് കിടുക്കൻ മാസ്മരികം. താഴെ കടല്, മുകളിൽ പ്ലാറ്റ്യൂസ്, അടിപൊളി. സോ ഫിൻസ് ബീച്ച് ആ മൊത്തം ഡെസേർട്ട്, നമ്മുടെ ഡെസേർട്ടിലെ പ്ലാറ്റ്യൂസ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കാണുന്നത് നേരെ ഫിൻസ് ബീച്ച്. അത് മുകളിൽ നിന്നുള്ള വ്യൂ ഉണ്ട്, മാസ്മരിക സാധനം.
ഒന്ന് ഇതിങ്ങനെ വ്ളോഗ് ചെയ്യാൻ പറ്റിയൊരു സാധനമല്ല, അഡ്വഞ്ചർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. കാരണം ഇങ്ങനെ മരണത്തിൻ്റെ റിസ്കിൻ്റെ അണ്ണാക്കിക്ക് ഇങ്ങനെ ലൈഫ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കുന്ന കളി, അതാണ് ഈ ഒരു അഡ്വഞ്ചർ. സോ നമ്മളുടെ മെയിൻ ടാസ്ക് എല്ലാം 99% കംപ്ലീറ്റ് ചെയ്തു. ഇനി ഹൈവേ ക്രൂസിങ് ടു ദുബായ്. നമ്മൾ ഏതെങ്കിലും സ്പോട്ട് കവർ ചെയ്യുന്നുണ്ടെന്ന്. ഒരു കുറിയാത്ത് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഒരു ഫ്ലെമിംഗോ ലേക്ക്. നമ്മൾ ശരിക്കും തിവി പോകണ്ടായിരുന്നു, തിവി നല്ല ഇതായതുകൊണ്ട് നമ്മളത് വിട്ടു. ഫ്ലെമിംഗോ ലേക്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു വൈകുന്നേരം നല്ല വെളിച്ചം കിട്ടുകയാണെങ്കിൽ അവിടെ ഒന്ന് മുങ്ങി കുളിച്ച് ഓക്കെ കുറച്ച് ഈ ഡേർട്സ് ഒക്കെ ഒന്ന് കഴുകി കളയാൻ ഫ്ലെമിംഗോ ലേക്സിൽ കാണാം. നമ്മുടെ ഓഫ് റോഡ് ട്രയൽസിൻ്റെ ഇടയിൽ ഒരു ബോണസ്, ദിമ്മ സിംഗോൾ. ഓക്കെ, ഇത് നമുക്ക് അതല്ല, ഇത് നമ്മുടെ ട്രയൽസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇത് കാണുന്നുണ്ടോ, ഈ കാണുന്ന മൗണ്ടെയിൻസ് ആണ് നമ്മൾ ഗൈസ് ട്രയൽ അടിച്ചിറങ്ങി വന്നത് അല്ലേ? ഇതല്ലേ സിറാജ് ബ്രോ നമ്മൾ ഇറങ്ങി വന്ന മൗണ്ടെയിൻ്റെ പാട്ടല്ലേ ഇത്? ഇതാണ് നമ്മൾ ഇറങ്ങി വന്ന മൗണ്ടെയിൻസ്. സോ അതിൻ്റെ താഴ്വരയിലുള്ള ഒരു ബ്യൂട്ടിഫുൾ സിംഗോളാണിത്. സിംഗോൾ എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ കണ്ടോ, ഇത് ഒരു കടലിൻ്റെ പാട്ടാണ്. നമുക്ക് ഈ കാണുന്ന കടൽ ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് കണക്ട് ചെയ്തിട്ട് ഇത് ഇവിടെ ഒരു ഓപ്പണിങ്, ഈ നമ്മളവിടെ കണ്ട ഗുഹകളൊക്കെ പോലെ തന്നെ ഒരു സംഭവം. അത് എന്താ പറയുക, ഇതോ ഈ സിംഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളവിടെ ഗുഹ ഉണ്ടില്ലേ, കേവ്സ്, അതേപോലെ ഇതൊരു കേവാണ്. ഇതിൻ്റെ പാർട്ട് ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കും അങ്ങ് കാണുന്ന കടലിലേക്ക്. ആ കടൽ കാണുന്ന കടൽ അതെ ഏത് അതിന്റെ കഥ എന്ന് പറഞ്ഞു കൂടുതൽ എനിക്ക് അറിഞ്ഞൂടാ. 2500 വർഷം മുന്നേ ദശലക്ഷം എന്ന് പറയണം. ഇല്ല, ദശലക്ഷം എന്ന് പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കും. കാരണം ദശലക്ഷം എന്ന ആൾക്കാർക്ക് പകുതി ആൾക്കാർക്ക് അറിയില്ല, പുതിയ ജനറേഷൻ അല്ലേ, അപ്പോൾ അവർക്ക് ഈ ദശലക്ഷം എന്ന് അറിയില്ല. അപ്പോൾ ശരി, ഓക്കെ, പണ്ഡിതനാ ഇയാൾ പണ്ഡിതനാ, ഇയാൾക്ക് അറിയാന്ന് വിചാരിക്കും. ആണല്ലേ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് മല്ലികയുടെ കുളി. ഓക്കെ, കുളിച്ചാലോ, ഇറങ്ങിയാലോ നമുക്ക്? അതെ, ക്യാമറമാൻ വെള്ളത്തിലേക്ക് ചാടുമ്പോൾ നമ്മൾ ചാടുമല്ലോ. അതെ, അപ്പൊ ഇതാണ് സിംഗോള്. ഇതിലേക്ക് ആണ് സംഭവം. നമ്മൾ ഇനി അതിലേക്ക് ഇറങ്ങി ഒന്ന് ഒരു കുളി പാസ്സാക്കാനുള്ള പരിപാടിയാണ്. എൻ്റെ മോനെ, നിങ്ങൾ ഇത് കാണുക. വെള്ളത്തിൽ തവള പൊങ്ങി കിടക്കണമെങ്കിൽ പോയി കിടക്കണുണ്ടോ ഓരോരുത്തർ? സോഹാറിൻ്റെ ഡയറക്ഷനിലാണ് നമ്മൾ. ഷെല്ലിലൊന്ന് പെട്രോൾ അടിക്കാൻ കയറ്റിയതാണ്. ഏണ്ടായിരുന്നു റൈഡ്? ഫസ്റ്റ് റൈഡ് പുളക്കി തന്നെ ആയി. അങ്ങനെ നമ്മളുടെ ആദ്യത്തെ ക്രോസ് കൺട്രി റൈഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മൾ വീണ്ടും തിരിച്ച് എമിറേറ്റ്സ് ബോർഡറിലേക്ക് കയറിയിട്ടുണ്ട്. And the ride was so fun, so nice, so adventurous, so exciting, so beautiful, so marvelous. അടിപൊളി റൈഡ് ആയിരുന്നു. പൊളി റൈഡ് ആയിരുന്നു. And important thing is we came with one piece. yes. All one piece. 5 പേര് വൺ പീസ് തിരിച്ചെത്തിയിട്ടുണ്ടെന്നുള്ളതാണ് the best part. And ചെറിയൊരു സംഭവം ചെറിയൊരു തംസ് അപ്പ്, ഒരു ഷേക്ക് അപ്പ് അബ്ദുള്ള കിട്ടിയിട്ടുണ്ട്. പാർട്ട് ഓഫ് ഗെയിം, നോ പ്രോബ്ലം. ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി വീണത്. ബാക്കിയെല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈവൻ കല്ലി വല്ലി സൂപ്പർ റൈഡ്. അപ്പം ഇനിയുള്ള റൈഡ് വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരും. ഇതുപോലത്തെ ഫൺ മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുവരേക്കും സൈനിങ് ഔട്ട്, Peak Land Riders. Bye. Bye.